ഇവിടെ നമ്മള് നിർബന്ധമായിട്ട് മനസ്സിലാക്കേണ്ടുന്ന ചില വസ്തുതകളുണ്ട്. ഇപ്പോ ബൈജു പറഞ്ഞതുപോലെ ഷെയ്ൻ നിഗം മാപ്പ് പറഞ്ഞു. ശരി, അവരെ ആ മാപ്പ് പറയുന്നതുവരെ കൊണ്ടുവന്ന് എത്തിച്ച പ്രധാനപ്പെട്ട ഘടകമുണ്ടല്ലോ, അത് ഈ ജൂതൻ ഉണ്ടാക്കിയ സോഷ്യൽ മീഡിയയിലൂടെ നമ്മളെ പോലെയുള്ള ആളുകൾ ശക്തിയുക്തം പ്രതികരിച്ചത് കൊണ്ടാണ്. നമ്മള് വളരെ കൃത്യമായും വ്യക്തമായും ഇവരോട് പറഞ്ഞു, ഇതല്ല നിങ്ങൾക്ക് പ്രതികരിക്കാനുള്ള പ്രധാനപ്പെട്ട മാർഗം, ഇങ്ങനെയല്ല നിങ്ങൾ സംഘപരിവാരങ്ങൾക്കെതിരെ നിങ്ങൾക്ക് പ്രതികരിക്കണോ, അത് ഇതല്ലായിരുന്നു അതിന്റെ മാർഗം. ഇത് നമ്മള് കേരള ഹൈക്കോടതി പോലും ഇവരെ ഭീകരവാദികളാണ്, തീവ്രവാദികളാണ് എന്ന് പറഞ്ഞ രണ്ട് സംഘടനയുടെ വക്താക്കൾക്ക് പൊതുവിൽ നമ്മൾ പറയുന്ന പേരാണ് സുഡാപ്പി, SDPIയുടെ തനതായ രൂപം. അപ്പോ ഷെയ്ൻ നിഗം പറഞ്ഞ ഈ വിവരക്കേട് നമ്മൾ ചൂണ്ടിക്കാണിച്ചു. നിങ്ങളിപ്പോ ഒരു ആന്റി സംഖ്യ ആയിരിക്കും, ആന്റി BJP ആയിരിക്കും, ആന്റി RSS ആശയക്കാരനായിരിക്കും, അത് നിങ്ങളുടെ മാത്രം കാര്യമാണ്. പക്ഷെ ഞാനൊരു സുഡാപ്പിയാണ് എന്ന് ഒരു സർട്ടിഫൈ ചെയ്യുന്ന രൂപത്തിലാണ് ഇദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടത്. ഇത് നമ്പർ 1 വിവരക്കേടാണ് എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞത് നമ്മളാണ്. സുഡാപ്പി എന്ന് പൊതുവിൽ അധിക്ഷേപിക്കുന്ന ഈ തീവ്രവാദ പ്രവർത്തകർ, ഈ ഭീകരവാദികൾ, ഈ രാജ്യദ്രോഹികൾ, ജനാധിപത്യത്തിന് സമാന്തരമായി മറ്റൊരു സംവിധാനത്തെ സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി ഹിറ്റ് ലിസ്റ്റും ഹിറ്റ് സ്ക്വാഡും ഒക്കെയായി നടക്കുന്ന ഈ വിഭാഗത്തിന്റെ ആളാണ് ഞാൻ, ഇന്ത്യയിൽ നിന്നുള്ളവനാണ് എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു സ്റ്റോറി ഇടാൻ ഈ കക്ഷിക്ക് തോന്നിയ ചേതോവികാരമുണ്ടല്ലോ, ശുദ്ധമായ അസംബന്ധമാണെന്നും ഇത് രാജ്യവിരുദ്ധതയാണെന്നും വിളിച്ചു പറഞ്ഞത് നമ്മളാണ്. ഇപ്പോ സുഡാപ്പി എന്ന് പറഞ്ഞാൽ സംഘികളുടെ ഇസ്ലാമിക് വേർഷൻ ആണ് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. അല്ല, സുഡാപ്പി എന്ന് പറഞ്ഞാൽ പച്ചയായ ജനാധിപത്യ വിരുദ്ധർ. ഇത് അലങ്കാരമായി തനിക്ക് ഈ പേരാണ് യോജിച്ചത് എന്ന് എടുത്തണിഞ്ഞപ്പോൾ സംഘികളെ പ്രതിരോധിക്കാനുള്ള ആളുകളല്ല സുഡാപ്പികൾ, അവർ രാജ്യവിരുദ്ധരാണ്, ഞാനും ഒരു രാജ്യവിരുദ്ധനാണ് എന്ന് താങ്കൾ വിളിച്ചു പറഞ്ഞത് ഒരു ആവേശമായി പോയി. താങ്കൾ ചിന്തിക്കാതെയാണത് ചെയ്തത്. ഒരു വർഗീയവാദി എന്ന് പറഞ്ഞിട്ടായിരുന്നില്ല ഈ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്നവരെ അവർക്കെതിരെ പ്രതികരിക്കേണ്ടിയിരുന്നത്. ഒരിക്കലും ഞാനൊരു വർഗീയവാദി എന്ന് പറയുന്നതിനേക്കാൾ വളരെ ദോഷകരമായതും ജനാധിപത്യ വിരുദ്ധമായ വാക്കുമാണ് സുഡാപ്പി എന്നത് നാട്ടുകാർക്ക് കാണിച്ചു കൊടുക്കാനും കൂടി ഒരുപക്ഷെ ഷെയ്ൻ നിഗത്തിന്റെ ഈ മാപ്പ് പ്രയോജനപ്പെട്ടിട്ടുണ്ടാകണം. സംഘികളെ തന്നെ നോക്കൂ, ഞാനൊരു സുഡാപ്പിയാണ് എന്ന് വിളിച്ചു പറഞ്ഞിട്ട് എന്തോ വലിയ ഒരു ആവേശഭരിതനായി എന്തായിരുന്നു അതിനകത്ത് മനസ്സിലാക്കിയെടുത്തത്. അപ്പോ അതിലെ ശരികേട് എന്താണ് ശരി എന്ന് വളരെ കൃത്യമായി മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും അതിൽ അഭിമാനിക്കാവുന്നത് നമ്മൾ തന്നെയാണ്. അതായത് ഇപ്പോൾ ഷെയ്ൻ നിഗം മനസ്സിലാക്കി, റാഫേലിലെ ഇസ്രായേൽ കൂട്ടക്കുരുതിക്കെതിരായ പ്രതികരണത്തെ വിമർശിച്ചിട്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റിലാണ് ഷെയ്ൻ നിഗം ഇത് തിരുത്തിയത്. കവിയും നിരൂപകനുമായ ശൈലൻ വളരെ വ്യക്തമായി ഒരു പോസ്റ്റ് ഇട്ട് ഇക്കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. സംഘിയുടെ വിപരീത പദം സുഡാപ്പി എന്നല്ല, സെക്യുലറിസ്റ്റ് എന്നാണ് എന്ന് ശൈലൻ പറഞ്ഞു. സംഘികൾ സെക്യുലറിസ്റ്റുകളാണോ അല്ലേ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. ശൈലൻ പറഞ്ഞ സുഡാപ്പികൾ രാജ്യവിരുദ്ധരാണ് എന്നതാണ് നമ്മൾ ഇവിടെ സൂചിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. സ്വന്തം സ്വത്വമാണ് വെളിപ്പെടുത്താൻ ഷെയ്ൻ നിഗം ഉദ്ദേശിച്ചത്. അത് ഐ ആം ആൻ ഇന്ത്യൻ മുസ്ലിം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ ഇത്രയും വിമർശിക്കുമായിരുന്നില്ല. അത് ശരിയാകുകയും ചെയ്യുമായിരുന്നു, നമ്മൾ അതിനെ അംഗീകരിക്കുകയും അനുകൂലിക്കുകയും ചെയ്യുമായിരുന്നു. ഇദ്ദേഹം ശരിക്കു പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് ഷെയ്ൻ നിഗം ഒരു മുസ്ലിമാണ്, അതുകൊണ്ട് ഐ ആം ആൻ ഇന്ത്യൻ മുസ്ലിം എന്ന് പറയണം എന്ന് ഞാനോ അതല്ലെങ്കിൽ പബ്ലിക്കോ പറഞ്ഞാൽ അതാകില്ല. ഷെയ്ൻ നിഗം പറഞ്ഞത് സുഡാപ്പി ഫ്രോം ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് ഷെയ്ൻ നിഗത്തിന്റെ സ്വത്വം. ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്, അങ്ങനെ മനസ്സിലാക്കാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. അതല്ലാതെ സംഘികളെ പ്രതിരോധിക്കുന്ന ആളുകളാണ് SDPIക്കാർ, PFIക്കാർ, അതുകൊണ്ട് ഞാൻ അതിന്റെ ഭാഗമാണ് എന്ന് ഉള്ളിന്റെ ഉള്ളിൽ നിന്നും വന്ന ഒരു പദമാണത്. അതൊരിക്കലും ഐ ആം ആൻ ഇന്ത്യൻ മുസ്ലിം എന്നതിന്റെ പര്യായ പദമായി വേറെ ഒരു വിഭാഗം ആളുകൾ തെറ്റിദ്ധരിക്കുന്നെങ്കിൽ അതിൽ നമുക്കൊന്നും പറയാനില്ല. അതല്ല ശരിയായ സത്യം. ഇനിയും അതല്ല, പിന്നെ ബൈജു പറഞ്ഞല്ലോ,
ഒരുപാട് സിനിമകൾ ആരാണ് തിയേറ്ററിൽ പോയി കാണുന്നത് എന്ന്. ഒരു കാലത്ത് ഈ സിനിമ മുസ്ലിമിന് മുഴുവനും ഹറാമായിരുന്നു. നമ്മൾ മദ്രസയിലൊക്കെ പോകുന്ന സമയത്ത് കറുത്ത മുണ്ട് ഉടുക്കുകയോ അതല്ലെങ്കിൽ കാവി കളറുള്ള ഏതെങ്കിലും വസ്ത്രം ധരിക്കുകയോ ചെയ്താൽ ഉടനെ തന്നെ ഉസ്താദ് നമ്മളെ പിടിച്ച് പുറത്താക്കുമായിരുന്നു. ഇന്ന് ആ രീതി മാറിയില്ലേ? അപ്പോ വസ്ത്രത്തിൽ വരേക്കും മതം കൊണ്ടുവന്നത് നമ്മൾ ആരുമല്ല. അപ്പോ സിനിമ കണ്ടവരാരാണ്? ടിവിയെ അന്ന് ഞങ്ങളുടെ ഉസ്താദുമാരൊക്കെ പറഞ്ഞിരിക്കുന്നത് ശൈത്താൻ പെട്ടി എന്നായിരുന്നു. ഓൺലൈൻ വഴി പഠനം വന്ന സമയത്ത് ഉസ്താദുമാരെ കടകളിൽ, ഇലക്ട്രോണിക് കടകളിൽ കയറി ഇറങ്ങുക ടി വി കാണാൻ വേണ്ടിയിട്ട്. കാരണം ഓൺലൈനിലൂടെയാണ് പഠനം. ആ ശൈത്താൻ പെട്ടി ഇവരുടെ വീടുകളിൽ വെക്കാനുള്ള സംവിധാനങ്ങളിലേക്ക് ഇവരെ മാറ്റിയെടുത്തത് ജൂതനുണ്ടാക്കിയ മീഡിയയാണ്. അതല്ലെങ്കിൽ ഇവർക്ക് ഇഷ്ടമില്ലാത്ത ആളുകളുണ്ടല്ലോ, ഇത്തരം സിനിമകൾ കാണുന്ന മുഴുവൻ ആളുകളെയും ഇവര് പറയുമോ സംഘികളാണ് അതല്ലെങ്കിൽ സുഡാപ്പികളാണെന്ന് പറയുമോ? ഇപ്പോ ഉണ്ണിമുകുന്ദന്റെ സിനിമ കാണുന്നു, അവര് മുഴുവനും സംഘികളാണ് എന്ന്, എല്ലാ ഹിന്ദുക്കളും സംഘികളാണെന്ന് വിചാരിക്കുന്ന നല്ലൊരു വിഭാഗം ആളുകൾ ഇപ്പോഴും ഉണ്ട്. ഇരിക്കട്ടെ. ഇപ്പൊ റാഫേല് ഇസ്രായേൽ നടത്തിയ കൂട്ടക്കുരുതിക്കെതിരെ എല്ലാ കണ്ണുകളും റാഫേലിലേക്ക് എന്ന് പറഞ്ഞ് ഷെയ്ൻ നിഗം ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നു. അത് അധികമാരും ശ്രദ്ധിക്കാതെ പോയി. എന്തുകൊണ്ടാണെന്നറിയില്ല. ഒരു പക്ഷേ ഒരു വിഷയം വൈറലായി കത്തിക്കൊണ്ടിരിക്കുമ്പോ എരിയുന്ന തീയിൽ എണ്ണ ഒഴിക്കണ്ട എന്ന് വിചാരിച്ചിട്ടായിരിക്കും. ഈ റാഫയിലെ കണ്ണുകൾ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് ആലോചിച്ച് നോക്കൂ. ഷെയ്ൻ നിഗത്തിന് മുമ്പും പലസ്തീനികളെയും ഇസ്രായേലികളെയും ഒക്കെ സംബന്ധിക്കുന്ന പല രൂപത്തിലുള്ള പോസ്റ്റുകൾ ഇടുകയും അതൊക്കെ വിവാദത്തിലാകുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇസ്രായേലിലേക്ക് ഈ കണ്ണുകളൊന്നും എത്താത്തത് എന്ന് ഒരല്പം ചിന്തിച്ചിരുന്നെങ്കിൽ ഷെയ്ൻ നിഗത്തിന് മനസ്സിലാകുമായിരുന്നു, ദുൽഖർ സൽമാന് മനസ്സിലാകുമായിരുന്നു. എന്തുകൊണ്ടാണ് ഈ റാഫയിലേക്ക് ലോകത്തിന്റെ മുഴുവൻ കണ്ണുകളെയും എത്തിച്ച ഇസ്രായേലാണ് എന്റെ സ്റ്റാർ. കാരണം ഈ രാജ്യത്തിന്റെ സഹോദര രാജ്യം എന്നറിയപ്പെടുന്ന ഇസ്രായേൽ ലോകത്തിന്റെ മുഴുവൻ കണ്ണുകളും റാഫയിലേക്ക് കൊണ്ടുവന്നത് എന്തിന്റെ പേരിലാണ് എന്ന് ചിന്തിക്കാൻ ഒരുപക്ഷെ സിനിമാ താരങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടാകില്ലായിരിക്കും. ഇസ്രായേലിനെ അങ്ങോട്ട് കയറി ചൊറിയുകയും ഇസ്രായേൽ തിരിഞ്ഞൊന്ന് നിവർന്ന് നിന്നപ്പോൾ മുതുകിൽ ചവിട്ടി പലസ്തീനികൾക്ക് കയറാനും കഴിഞ്ഞില്ല. പലസ്തീനിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് എന്നും നമ്മൾ അനുകൂലമാണ്. അവരാക്രമിക്കപ്പെടുന്നുണ്ട്, കൊല്ലപ്പെടുന്നുണ്ട്, ഉപദ്രവിക്കപ്പെടുന്നുണ്ട്, നാടുവിടേണ്ടി വരുന്നുണ്ട്. അഭയാർത്ഥികളായി അവർ സ്വദേശം വിട്ടു പോകേണ്ടി വരുന്നുണ്ട്. ടെന്റുകളിൽ കിടന്ന് മരിക്കുന്നുണ്ട്. ശുദ്ധജലം കിട്ടാതെ മലിനമായ ഒരു സാഹചര്യത്തിൽ ഒരുപാട് പകർച്ചവ്യാധികൾ പിടിപെടുന്നുണ്ട്. ശരിയാണ്, ഇതിനൊക്കെ നമ്മൾ എതിരാണ്. പക്ഷേ ഇതിനൊന്നും ഇസ്രായേലിനെ കുറ്റം പറയാൻ ഞാനില്ല. കാരണം ഇത് പോയി വാങ്ങിയതാ. ഇസ്രായേലിൽ നിന്നും എല്ലാ തരത്തിലുള്ള സഹായ സഹകരണങ്ങളും വാങ്ങിച്ചിട്ട് ഔചിത്യബോധമില്ലാതെ അവിടെ പണിയെടുത്ത് ഇരട്ടി പണം വാങ്ങി അവരുടെ സഹായങ്ങളും സൗജന്യങ്ങളും സ്വീകരിച്ചിട്ട് അവർക്കിട്ട് പണിഞ്ഞിട്ട് പിന്നീട് ഒരു കോംപ്രമൈസ് ചർച്ചയ്ക്ക് വരികയാണ് ഖത്തറില്. ആ സമയത്ത് ഇസ്മായിൽ ഹനിയ എന്ന ഹമാസിന്റെ നേതാവ് ചില നിബന്ധനകൾ മുന്നോട്ട് വെക്കുന്നു. ഇതുവരെ എങ്ങനെയാണോ നിങ്ങൾ ഗാസയിലെ ജനങ്ങളെ കണ്ടിരുന്നത്, ഇനിയും അതുപോലെ തന്നെ കാണണം. തുടർന്നും നിങ്ങളുടെ സഹായ സഹകരണങ്ങളെല്ലാം ഗാസയ്ക്ക് നൽകണം. എന്നിട്ട് യൂനിസ് ഖാൻ ആണെങ്കിലും ഇനിയിപ്പോ ഗാസയാണെങ്കിലും ശരി, റാഫയാണെങ്കിലും അവിടെയുള്ള സകലമാന ഉപരോധങ്ങളും നിങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് നിർത്തലാക്കണം. എന്നിട്ട് സാധാരണ പോലെ തുടരണം. ഇതൊരു റിക്വസ്റ്റിന് വേണ്ടിയിട്ടാണ് പോയിരിക്കുന്നത്. ഇതൊരു മധ്യസ്ഥ ചർച്ചയാണ്. നമ്മളൊരു വിട്ടുവീഴ്ച ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ ജനത രക്ഷപ്പെടൂ എന്ന് ചിന്തിക്കാനുള്ള സാമാന്യ ബോധം പോലും ഇല്ലാതെ പോയപ്പോൾ എന്താണ് നെതന്യാഹു ചെയ്തത്? ഇത് വലിച്ചു കീറി മുഖത്തിറങ്ങിട്ട് പോടാന്ന് പറഞ്ഞു.